അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഹൈതുമാ കുൻ, എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ വല്ല തെറ്റും നിന്നിൽ നിന്നിട്ട് വന്നുപോയാൽ, തെറ്റ് മനുഷ്യ സഹജമാണ്. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ സന്തതികൾ ആസകലം പിഴക്കാൻ സാധ്യതയുള്ള ആളാണ്, പിഴ വരുന്നവരാണ്. പക്ഷേ അവരുത്തമരാരാണ്? തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾ, പാശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ. റസൂൽ ഈ ഹദീസിൽ പറയുന്നു അബൂദറിനോട്, ഹസന, വല്ല തെറ്റ് വന്നാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. ഉടനെ സൽക്കർമ്മം ചെയ്യുമ്പോൾ തംഹുഹ, ആ സൽക്കർമ്മം ആ വന്നുപോയതായ തെറ്റിനെ ശുദ്ധീകരിക്കാൻ അത് സഹായകമാകും. എന്നിട്ട് ഹസൻ, ജനങ്ങളോട് നീ നല്ല രീതിയിൽ പെരുമാറുക, ജനങ്ങളോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദറിനോട് പറയുകയുണ്ടായി. മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറു യദ്ഖുലുന്നാസു അൽ ജന്ന, ജനങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങേ കൂടുതൽ കടത്താൻ കാരണമായി തീരാറുള്ളത് അവന്റെ സ്വഭാവമാണ്. സ്വഭാവ രീതി നന്നായി കഴിഞ്ഞാൽ അവൻ നമസ്കരിക്കാൻ പോയാൽ പള്ളിയിൽ നല്ല സ്വഭാവം, അവൻ വീട്ടിൽ നല്ല സ്വഭാവം, അവൻ പട്ടണത്തിൽ നല്ല സ്വഭാവം, അവൻ സ്കൂളിൽ നല്ല സ്വഭാവം, ഏത് മേഖലകളിൽ അവനുണ്ടോ അവിടെയെല്ലാം അവന്റെ നല്ല സ്വഭാവവും നല്ല രീതിയും നല്ല പെരുമാറ്റവും. അപ്പോൾ മനുഷ്യന്മാരോട് നല്ല പെരുമാറ്റം പെരുമാറുമ്പോൾ നല്ല രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ അവന് അത് സഹായകമായി മാറുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കാൻ അതിലൂടെ അവന് സഹായകമായി മാറുന്നു. ജനങ്ങളെല്ലാം അവനെ പ്രശംസിക്കുകയും ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൊണ്ട് വിവക്ഷ. ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് കൊണ്ട് ചേർക്കുന്നതായ, സ്വർഗത്തിൽ കടത്തുന്നതായ ഒരു അമലാണ് എന്ത്? സൽസ്വഭാവം. അതുപോലെ തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീർന്നതായ ഒരു അമലാണ് ദുസ്വഭാവം, വടക്ക് സ്വഭാവം, വടക്ക് പെരുമാറ്റം, വടക്ക് രീതി. ജനങ്ങളോട് അത് ഒരിക്കലും അരുത്. അതിലൂടെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂല് പറഞ്ഞതനുസരിച്ച് സൽക്കർമ്മങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് നരകത്തിലേക്ക് പോകാൻ കാരണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതായ മാധ്യമങ്ങളിൽ പെട്ടതാണ് അൽ ഫമു വൽ ഫർജ്, അവന്റെ തൊള്ള, അവന്റെ ഗുഹ്യസ്ഥാനം. ഇത് ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കാരണമായി തീരുന്നതാണ്. അതെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് ജനങ്ങളെ കടത്തുന്നത് അള്ളാഹുവിനെ ഭയപ്പെടലും നല്ല സ്വഭാവവും, ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് ജനങ്ങളെ തള്ളിക്കൊണ്ടുപോകാൻ, ജനങ്ങളെ നരകത്തിലേക്ക് പ്രേരിപ്പിക്കാൻ കാരണം അത് അവന്റെ നാവും അവന്റെ ഗുഹ്യസ്ഥാനവുമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. ഇത് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മുമ്പുള്ള 2 ഹദീസുകളും തുർമുദി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാം സഹീഹാണ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹത അൻ യത്തലി അലൈഹി നാസ്. നന്മ എന്ന് പറഞ്ഞാൽ അതാണ് സ്വഭാവം. ഏറ്റവും നല്ല നന്മകളുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഉത്തമമായ രീതി അത് നല്ല സ്വഭാവമാണ്. വൽ ഇസ്മു, എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ മഹാക ഫീ സദ്രിക, നിന്റെ ഹൃദയത്തിൽ നിനക്ക് ഒരു ഇരിച്ചലും ചൊറിച്ചലും വരിക. അത് ചെയ്യുന്ന സന്ദർഭത്തിൽ ചെയ്യണോ വേണ്ടേ, ഇതെന്താണ്, ചെയ്താൽ പ്രയാസം ഉണ്ടാകുമോ, ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നീ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാവുക എന്ന് മാത്രമല്ല, ആരും കാണുമോ ഞാൻ ഇത് ചെയ്താൽ, ഉമ്മ കാണുമോ, വാപ്പ കാണുമോ, ജ്യേഷ്ഠൻ കാണുമോ, സഹോദരൻ കാണുമോ, ഉസ്താദ് കാണുമോ, അങ്ങനെ ഒരു നമുക്ക് ജനങ്ങൾ കണ്ടുപോകരുത് എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ, അതാണ് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ.